കണ്ണനെ കാണാൻ വരി നിൽക്കുന്ന ഭക്തർക്കിനി ആശ്വാസത്തിന്റെയും ഭക്തിസാന്ദ്രമായ സംഗീതത്തിന്റെയും നിമിഷങ്ങൾ. ക്ഷേത്ര ദർശനത്തിനായി വരി നിൽക്കുന്ന കേന്ദ്രത്തിൽ അത്യാധുനിക സൗകര്യങ്ങളൊരുക്കി ഗുരുവായൂർ ദേവസ്വം. സ്വകാര്യ കമ്പനിയുടെ വഴിപാടായി ലഭിച്ച 50ഓളം ഹൈ ക്വാളിറ്റി സ്പീക്കറുകളാണ് ദർശനത്തിനായി വരി നിൽക്കുന്ന ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ പഴയ സിനിമാ ഗാനങ്ങളിലെ മനോഹരമായ ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വിഖ്യാതമായ കർണാടക സംഗീത കച്ചേരികളും ഇനി ക്യൂ നിൽക്കുന്ന ഭക്തർക്ക് ആസ്വദിക്കാം. ഇവിടെ നേരത്തെ ഇരിപ്പിടങ്ങളും ചൂടകറ്റാൻ ഹൈ വോളിയം ലോ സ്പീഡ് ഫാനുകളും സജ്ജീകരിച്ചിരുന്നു. ക്ഷേത്ര നടയടച്ച സമയത്ത് ഏറെ നേരം കാത്തിരിക്കുമ്പോഴുണ്ടാകുന്ന വിരസത അകറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് ഏറ്റവും മികച്ച ദർശനാനുഭവം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ ക്രമീകരണങ്ങളെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ക്യൂ നിയന്ത്രിക്കാൻ അത്യാധുനിക ഫേസ് സിസ്റ്റവും നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം പദ്ധതിയുടെ പ്രസന്റേഷൻ നടക്കുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ പറഞ്ഞു. ഇതിലൂടെ നമുക്ക് പഴയ പാട്ടുകൾ, ഉദാഹരണത്തിന് മയിൽപീലി, തുളസീദളം എന്ന തുടങ്ങിയ ആൽബങ്ങളിൽ നീ എന്നെ ഗായകനാക്കി, ഗുരുവായൂരപ്പ എന്നതുപോലുള്ള പാട്ടുകളെ കേട്ട് റിലാക്സ് ചെയ്ത് ഗുരുവായൂരപ്പനെ തൊഴുവാനുള്ള ഒരവസരമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി നവീകരിച്ച പുതിയ നമ്മുടെ അന്നദാന ഹാളിൽ അവർക്ക് വേണ്ടി, ഭക്തർക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കുന്നത് എല്ലാം മെക്കനൈസ്ഡ് ആക്കാനുള്ള ഒരു തീരുമാനം കൂടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാത്രമെല്ലാം ഓട്ടോമാറ്റിക്കലി കഴുകാനുള്ള മെഷീൻസ്, ഫുള്ളി മെക്കനൈസ്ഡ് കിച്ചൺ കൂടി ഞങ്ങൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടന്നു വരുന്നു. അതോടൊപ്പം ഫേസ് ആപ്പിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു കഴിഞ്ഞു. മികച്ച ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഫേസ് ആപ്പ് സംവിധാനവും നടപ്പിലാക്കുന്നത് കൂടി തന്നെ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഭക്തരുടെ മുഖം സ്കാൻ ചെയ്ത് സമയബന്ധിതമായി ദർശനം ഉറപ്പാക്കുന്നതാണ് ഈ സംവിധാനം. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി സ്ഥിരം ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ദേവസ്വം ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ സംവിധാനങ്ങൾ ഫലപ്രദമാക്കാനാണ് തീരുമാനം. ഭക്തജനക്ഷേമത്തിനായി പ്രസാദഊട്ട് കേന്ദ്രം പൂർണ്ണമായും യന്ത്രവൽകൃതമാക്കാനും തീരുമാനമുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നതും പാത്രങ്ങൾ കഴുകുന്നതും ഇനി മെഷീനുകൾ വഴിയായിരിക്കും. ഇതോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ പേർക്ക് പ്രസാദഊട്ട് നൽകാൻ കഴിയുമെന്നും ദേവസ്വം അധികൃതർ അറിയിച്ചു. ഭഗവാന്റെ താല്പര്യത്തിന് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന ആളുകളെ മാത്രം ഒരു ബിസിനസ്സുകാരനെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ആ ബിസിനസ്സിന് താല്പര്യമുണ്ടാക്കാനും പ്രചരണം കിട്ടാവുന്ന രീതിയിൽ ഇവിടെ ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് ഭഗവാന്റെ താല്പര്യത്തിനനുസരിച്ച് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ ചെയ്തു കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ട് അത് കൊണ്ട് മുന്നോട്ട് പോവുകയാണ്.